ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ 7 ദിവസത്തെ മാനിഫെസ്റ്റേഷൻ ചലഞ്ചിൻ്റെ 2ാം ദിനമാണെന്ന്. 1ാം ദിനം നമ്മൾ സെൽഫ് റീസെറ്റിലൂടെ മനസ്സിനെ ഒന്ന് വൃത്തിയാക്കി. ആ വൃത്തിയാക്കിയ മണ്ണിലേക്ക് ഇന്ന് നമ്മൾ പോസിറ്റീവ് ചിന്തകളുടെ വിത്തുകൾ പാകാൻ പോവുകയാണ്. ഇന്നത്തെ വിഷയം അഫർമേഷൻ അഥവാ ദൃഢപ്രസ്താവനകൾ എന്നതാണ്. വാക്കുകൾക്ക് ജീവനുണ്ട് എന്ന് പഴമക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് വലിയൊരു ശാസ്ത്രമാണ്. നമ്മൾ പുറത്തേക്ക് വിടുന്ന ഓരോ വാക്കും ഒരുതരം തരംഗങ്ങളാണ്, അഥവാ വൈബ്രേഷൻസ്. ആ തരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പോയി അതേ ഊർജമുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നു. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നെഗറ്റീവ് അഫർമേഷനുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ഒന്നിനും സമയമില്ല, എനിക്ക് എപ്പോഴും അസുഖമാണ്, പണം എൻ്റെ കയ്യിൽ നിൽക്കില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ രീതി മാറ്റാൻ പോവുകയാണ്. വാക്കുകൾ കൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യാമെന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് മാറ്റമാണോ ആഗ്രഹിക്കുന്നത് അത് ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ പറയുന്നതിനെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ മനോഭാവത്തെയും ആത്മവിശ്വാസത്തെയും മാറ്റുക മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളെ പോലും പോസിറ്റീവായി ഉത്തേജിപ്പിക്കും. അഫർമേഷനുകൾ വെറുതെ ഉരുവിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് ഫലപ്രദമാണെങ്കിൽ 3 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, അത് പലപ്പോഴും വർത്തമാനകാലത്തിൽ ആയിരിക്കണം. എനിക്ക് ഭാവിയിൽ പണം ലഭിക്കും എന്നല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് ഇപ്പോൾ എന്ന നിമിഷം മാത്രമേ അറിയൂ. രണ്ടാമത്തേത്, അത് പോസിറ്റീവ് ആയിരിക്കണം. എനിക്ക് പേടിയില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ അതീവ ധീരനാണെന്ന് പറയുക. കാരണം നമ്മൾ പേടി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സ് ആ പേടിയെയാണ് ചിത്രീകരിക്കുന്നത്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം വികാരങ്ങളാണ്, അഥവാ ഇമോഷൻസ്. വെറുതെ ഒരു യന്ത്രത്തെ പോലെ അഫർമേഷനുകൾ പറഞ്ഞാൽ പോരാ. ആ വാക്ക് പറയുമ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കണം. ഉദാഹരണത്തിന്, ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഓടി നടക്കുന്ന നിങ്ങൾ സങ്കല്പിക്കുകയും ആ സന്തോഷം അനുഭവിക്കുകയും വേണം. വാക്കുകളും വികാരങ്ങളും ഒന്നിക്കുമ്പോഴാണ് അത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്. ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്ന അഫർമേഷനുകൾ നിങ്ങളുടെ കരിയർ, പ്രണയം, ആരോഗ്യം, സമ്പത്ത് എന്നീ 4 മേഖലകളെയും സ്പർശിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് പ്രോഗ്രാമിങ്ങിനെ മായ്ച്ചു കളഞ്ഞ് പുതിയൊരു വിജയിയുടെ പ്രോഗ്രാമിംഗ് നൽകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാറ്റാനുള്ള എളുപ്പവഴി ആവർത്തനമാണ്. ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് സത്യമാണെന്ന് മനസ്സ് വിശ്വസിച്ചു തുടങ്ങും. നിങ്ങൾ പണ്ട് പഠിച്ച പാട്ടുകളോ അല്ലെങ്കിൽ ചില പരസ്യവാചകങ്ങളോ ഇന്നും ഓർമ്മിച്ചിരിക്കുന്നത് ആവർത്തിച്ച് കേട്ടതുകൊണ്ടാണ്. ഇതേ വിദ്യയാണ് നമ്മൾ അഫർമേഷനിലും ഉപയോഗിക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങൾ ഞാനൊരു വലിയ വിജയിയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് കളിയാക്കും. കാരണം വർഷങ്ങളായി നിങ്ങൾ കേട്ടത് പരാജയങ്ങളെക്കുറിച്ചാണ്. എന്നാൽ നിങ്ങളത് നിർത്താതെ ആവർത്തിക്കുമ്പോൾ പഴയ വിശ്വാസങ്ങൾ തകരുകയും പുതിയ വിശ്വാസങ്ങൾ അവിടെ ഉറയ്ക്കുകയും ചെയ്യും. ഒരു ദിവസത്തിൽ 2 സമയങ്ങളാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ, ഒന്ന് രാവിലെ ഉറക്കമുണർന്നാലുടനെ. ആ സമയം നമ്മുടെ മനസ്സ് ആൽഫ ശരിയായിരിക്കും. ആ സമയം നിർദ്ദേശങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും. രണ്ടാമത്, രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ്. ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ പറയുന്ന വാക്കുകൾ ഉറക്കത്തിലുടനീളം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ഫോണിലോ കണ്ണാടിയിലോ ഈ അഫർമേഷനുകൾ എഴുതി വയ്ക്കുക. നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കി, നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ഈ വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയായിരിക്കും. ഇത് കേവലം സ്വയം പുകഴ്ത്തലല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ സാധ്യതകളെ പുറത്തെടുക്കാനുള്ള വഴിയാണ്. അപ്പോൾ നമുക്കിനി ഒരുമിച്ച് ഈ അഫർമേഷനുകൾ പരിശീലിക്കാം. ശാന്തമായിരിക്കുക. ഞാൻ ഓരോ വാചകങ്ങൾ പറയുമ്പോഴും അത് നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ പതിയാൻ അനുവദിക്കുക. സാധിക്കുമെങ്കിൽ എൻ്റെ കൂടെ ഏറ്റുചൊല്ലുക. തുടങ്ങാം. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. പ്രപഞ്ചത്തിൻ്റെ സ്നേഹം എപ്പോഴും എന്നോടൊപ്പമുണ്ട്.
എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് എല്ലാ ഭാഗത്തു നിന്നും ഒഴുകി വരുന്നു. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഞാൻ വിജയിക്കുന്നു. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പുതിയ അവസരങ്ങൾ എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സ് ശാന്തവും ഉന്മേഷഭരിതവുമാണ്. പരാജയങ്ങൾ എനിക്കൊരു പുതിയ പാഠങ്ങളാണ്. ഞാൻ അർഹിക്കുന്ന എല്ലാ സന്തോഷവും എനിക്ക് ലഭിക്കുന്നു. മറ്റുള്ളവർ എന്നെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്നു. നന്ദി പ്രപഞ്ചമേ, നന്ദി പ്രപഞ്ചമേ, നന്ദി പ്രപഞ്ചമേ. സുഹൃത്തെ, ഈ വാക്കുകൾ നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്നത് സങ്കല്പിക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പുതിയ മനുഷ്യനായി മാറിക്കഴിഞ്ഞു. ഈ അഫർമേഷനുകൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 10 തവണയെങ്കിലും ആവർത്തിച്ച് പറയുക എന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാകും. നാളെ നമുക്ക് വീണ്ടും കാണാം, പുതിയ വിഷയം ചർച്ച ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഐ ആം റെഡി എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.